ഇന്ത്യ ഇപ്പോൾ ലോകത്തെ നാലാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി. 2 വർഷം മുൻപ് ബ്രിട്ടനെ പിന്തള്ളിയാണ് 5ാം സ്ഥാനത്തെത്തിയത്. ഇപ്പോൾ ജപ്പാനെ പിന്തള്ളി 4ാം സ്ഥാനത്ത്, ജർമ്മനിയെ പിന്തള്ളി 3ാം സ്ഥാനത്തെത്തുന്ന കാലവും അതിവിദൂരമല്ല. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ടും എന്തുകൊണ്ടാണ് സാധാരണക്കാരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കാത്തത്? ഇതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. ഇന്ത്യയുടെ ഈ വളർച്ച എവിടെയാണ് പ്രതിഫലിക്കുന്നത് എന്നതിന്റെ വസ്തുത തേടുകയാണ് ഇന്നത്തെ സത്യം പറയട്ടെ. സ്വാഗതം. IMF പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്ക് ഇങ്ങനെയാണ്. അതിൽ 1ാം സ്ഥാനത്ത് അമേരിക്ക, 30 ലക്ഷം കോടി ഡോളറിന്റെ സമ്പദ് വ്യവസ്ഥ. 2ാം സ്ഥാനത്ത് ചൈന, 19 ലക്ഷം കോടി ഡോളർ GDP. 3ാമത് ജർമ്മനിയാണ്, 4.74 ലക്ഷം കോടിയുടെ സമ്പദ് വ്യവസ്ഥ. 4ാം സ്ഥാനത്ത് ഇന്ത്യയും ജപ്പാനും അടുത്തടുത്ത് 4.19 ലക്ഷം കോടി വീതം. അതിൽ ചില ദശാംശങ്ങൾക്ക് ഇന്ത്യയാണ് മുന്നിൽ. അങ്ങനെ ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറി. 2 വർഷം മുൻപ് ബ്രിട്ടൻ, ഇപ്പോൾ ജപ്പാൻ. ഇന്ത്യയുടെ ഈ വളർച്ചയുടെ കാരണം എന്താണ്? ഏത് ഉത്തോലകത്തിലാണ് ഇന്ത്യ ഇങ്ങനെ കുതിച്ചുയരുന്നത്? നോമിനൽ GDPയുടെ കാര്യത്തിലാണ് ഇന്ത്യ ഈ 4ാം സ്ഥാനത്തെത്തിയത്. ഡോളറുമായുള്ള വിനിമയത്തിൽ രൂപയ്ക്ക് മൂല്യനഷ്ടമുണ്ടായാൽ ഇന്ത്യയുടെ നോമിനൽ GDP താഴെ പോകാം. അതുപോലെ ഡോളറുമായുള്ള വിനിമയത്തിൽ ജാപ്പനീസ് യെൻ കരുത്താർജിച്ചാലും ഇത് സംഭവിക്കാം. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടാണ് അമേരിക്കയിലോ ജപ്പാനിലോ ജർമ്മനിയിലോ ബ്രിട്ടനിലോ ഉള്ള ജീവിത നിലവാരം ഇന്ത്യയിൽ പ്രകടമാകാത്തത്? ആളോഹരി GDP അഥവാ ആളോഹരി ഉൽപാദനം എന്ന ഒരു സംഭവമുണ്ട്. ഒരു രാജ്യത്തെ ഉൽപാദനത്തിൽ ഓരോ പൗരനും എന്തു കിട്ടുന്നുവെന്ന് അറിയാനുള്ള മാനദണ്ഡം. അങ്ങനെ ആളോഹരി വരുമാനത്തിന്റെ കാര്യത്തിൽ അമേരിക്കയല്ല മുന്നിൽ, ലക്സംബർഗും അയർലൻഡും സിംഗപ്പൂരുമൊക്കെയാണ്. ഈ ചെറു രാജ്യങ്ങൾ കഴിഞ്ഞാൽ 7ാം സ്ഥാനത്ത് അമേരിക്ക. 89,115 അമേരിക്കൻ ഡോളറാണ് ആളോഹരി ഉത്പാദനം. എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും വർഷം 89,105 ഡോളർ വരുമാനമുണ്ടാക്കുന്നു. നമ്മുടെ 76 ലക്ഷം രൂപയ്ക്ക് തുല്യമാണ് അവിടെ ഒരാളുടെ ആളോഹരി ഉത്പാദനം. 11ാം സ്ഥാനത്തുള്ള ഓസ്ട്രേലിയയിൽ 64,558 ഡോളറാണ്. ജർമ്മനിയിൽ 55,911 ഡോളർ. ഇത് IMFന്റെ കണക്കാണ് എന്ന് മറക്കാതിരിക്കുമല്ലോ. ജപ്പാൻ 33ാം സ്ഥാനത്ത്, 33,966 ഡോളർ. ചൈനയിൽ 13,698 ഡോളർ. ചൈന 70ാം സ്ഥാനത്താണ്. IMFന്റെ ഈ പട്ടികയിൽ ഇന്ത്യ 136ാം സ്ഥാനത്താണ്. ആളോഹരി GDP 2,888 ഡോളർ. രാജ്യം മുന്നേറുമ്പോഴും ജനത അത്ര നല്ല നിലയിലല്ലാത്തത് ഇന്ത്യയിൽ മാത്രമല്ല, ചൈനയിലും അത്ര മെച്ചപ്പെട്ട നിലയിലല്ല. ചൈനയിൽ 13,698 ഡോളറാണ് ആളോഹരി ഉത്പാദനം. ഇന്ത്യയിൽ 2,888. മൊത്തം സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ പിന്തള്ളിയ ജപ്പാനിൽ ആളോഹരി ഉത്പാദനം 33,966 ഡോളറാണ്. അത് 29 ലക്ഷം രൂപയ്ക്ക് തുല്യമായ തുകയാണ്. അതായത് ഓരോ ആൾക്കും മാസം 2.5 ലക്ഷം രൂപയ്ക്ക് തുല്യമായ തുക ലഭിക്കുന്നു. ഇന്ത്യയിൽ ഒരു വർഷം ആളോഹരി വരുന്നത് ഈ 2.5 ലക്ഷം രൂപയ്ക്ക് തുല്യമായ തുക മാത്രമാണ്. അതാണ് 2,888 ഡോളർ. ഇന്ത്യയും ചൈനയും ഒക്കെ പിന്നെ എങ്ങനെ മൊത്തം ഉൽപാദനത്തിൽ മുന്നിലെത്തുന്നു? ഇന്ത്യക്കും ചൈനയ്ക്കും ആളെണ്ണം തന്നെയാണ് ആസ്തി. കോവിഡ് കാലം മാറ്റി നിർത്തിയാൽ ഇന്ത്യയുടെ നോമിനൽ GDPയുടെ വളർച്ച ഏറ്റവും മോശം നിലയിലാണ്. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ 2014-15 സാമ്പത്തിക വർഷം 11% നോമിനൽ GDPയുടെ വളർച്ചാ നിരക്ക്. തൊട്ടടുത്ത വർഷം 10.5% താഴ്ന്നു. പിന്നീട് 10.5-നും 11.8-നും ഇടയിലായിരുന്നു വളർച്ച. കോവിഡ് കാലത്ത് 2019-20 6.4% ഇടിഞ്ഞു. തൊട്ടടുത്ത വർഷം -1.2 താഴ്ന്നു. ലോകമെങ്ങും എന്നതുപോലെ 2021-22 18.9% എന്ന വളർച്ച. അടുത്ത വർഷം 14%, പിന്നെ 12%. ഇപ്പോൾ അവസാനിച്ച സാമ്പത്തിക വർഷം 9.8% വീണു. 1991 വിപണി തുറന്നതിന് ശേഷമുള്ള 4ാമത്തെ ഏറ്റവും മോശം വളർച്ചാ നിരക്കാണ് ഇത്. ഇപ്പോൾ പറഞ്ഞത് നോമിനൽ GDPയുടെ വളർച്ചാ നിരക്കാണ്. റിയൽ GDP എടുത്താൽ മാറ്റമുണ്ടാകില്ലേ എന്ന സംശയമുണ്ടാകും.
വാട്സാപ്പ് സർവകലാശാലകളിലൊക്കെ 2 GDPയും മാറി മാറി പറഞ്ഞാണ് ആളുകളെ കുഴപ്പത്തിലാക്കുന്നത്. റിയൽ GDP വളർച്ചാ നിരക്ക് 2014 നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ 7.4%. ഇക്കഴിഞ്ഞ മാർച്ചിൽ അവസാനിച്ച വർഷം അത് 6.5%-ആയി താഴ്ന്നു. 2015-16 8%, 2016-17 8.3% എന്നിങ്ങനെ കൂടിയ ശേഷം താഴാൻ തുടങ്ങി. കോവിഡ് കാലത്ത് റിയൽ GDP എല്ലാ രാജ്യങ്ങളിലും എന്നതുപോലെ -5.8-ലെത്തി. പിന്നീട് 9.7%-ലേക്ക് വളർന്നെങ്കിലും ഇക്കഴിഞ്ഞ വർഷം 6.5% മാത്രമാണ്. ഇന്ത്യ ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി എന്ന വാർത്ത അഭിമാനകരം തന്നെയാണ്. അതിൽ ഓരോ ഇന്ത്യക്കാരനും സന്തോഷിക്കുകയും വേണം. അതോടൊപ്പം തന്നെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് തിരിച്ചറിവും ഉണ്ടാകണം. നമ്മൾ പിന്തള്ളിയ ജപ്പാൻ, ബ്രിട്ടൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെ പോലെയോ ഉടൻ പിന്തള്ളിയേക്കാവുന്ന ജർമ്മനിയെ പോലെയോ അല്ല നമ്മുടെ ജനതയുടെ ജീവിതം. അവിടെയെല്ലാം രാജ്യം വളരുന്നതിന്റെ ഗുണം ബഹുഭൂരിപക്ഷം പൗരന്മാർക്കും കിട്ടുന്നുണ്ട്. ചൈനയിലുള്ള നിരക്കിന്റെ പോലും 1/5 മാത്രമാണ് ഇന്ത്യയിലെ ആളോഹരി GDP. ആ സത്യം പെട്ടെന്ന് മറന്നു പോകാവുന്നതല്ല. നമസ്കാരം.